എല്ലാവർക്കും നമസ്കാരം. ഈ നൂറ്റാണ്ട് കണ്ട ഇല്ലെങ്കിൽ കേട്ട ഏറ്റവും മഹത്തരമായ ഒരു മുദ്രാവാക്യമായിരുന്നു വൺ ഇന്ത്യ വൺ പെൻഷൻ. ഈ നൂറ്റാണ്ട് കേട്ട ഏറ്റവും മഹത്തരമായ ഒരു ആശയമായിരുന്നു 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ആശയം. 2019 മുതലാണ് നമ്മളിത് കേൾക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു മുദ്രാവാക്യം കേട്ടപ്പോൾ എല്ലാ ആളുകളും ഇങ്ങനെ പകച്ചു നോക്കി, ഇതെങ്ങനെ സാധ്യമാകും. ക്രമേണ ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇതെങ്ങനെ സാധ്യമാകും, നമ്മുടെ ഈ നാട്ടിലെ റവന്യൂ വരുമാനം, അതുകൊണ്ട് ഈ 3% താഴ്ന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന ശമ്പളം, അവർക്ക് കൊടുക്കുന്ന പെൻഷൻ, ഇതെല്ലാം കൂടെ ഏകീകരിച്ച് ഇവർക്ക് കൊടുക്കുന്ന ശമ്പള വർധനവ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പൈസ കൊടുക്കാൻ പറ്റും, 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ കൊടുക്കാൻ പറ്റും എന്നുള്ള കണക്ക് അവതരിപ്പിച്ച് ജനങ്ങൾ ഇതിലേക്ക് ഓടിയെടുക്കുന്ന ഈ ഒരു ആശയത്തിലേക്ക്, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഓടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് 2019 നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് കൊറോണ വന്നു. ആ കൊറോണയുടെ സമയത്ത് ഇതിന് ആളുകൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇരുന്ന് ആളുകൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. അങ്ങനെ ഇതിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഇല്ലെങ്കിൽ പെൻഷൻകാർ, ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അവർ വിചാരിച്ചത് ഇവരുടെ കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇതെങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ള ഈ ആശയം ഇല്ലാതെയാക്കുക, ജനങ്ങളിലേക്ക് ഇത് എത്താതിരിക്കുക എന്നുള്ള വെളിച്ചത്തിൽ ഇവർ പല രീതിയിലും ഈ സംഘങ്ങളെ, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ആശയത്തെ തകർക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ, ശാരീരികമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, അഴിച്ചുവിട്ടു. പലയിടത്തും ബാക്ക് പോരുകളും യുദ്ധങ്ങളും നടന്നു. ഈ നടന്നതിൻ്റെ വെളിച്ചത്തിൽ ഇവരുടെ കുൽസിത ശ്രമത്തിൻ്റെ ഫലമായിട്ട് അവരിൽ നിന്നൊക്കെ നമ്മൾ ഒരു പരിധിവരെ രക്ഷപ്പെട്ട് ആശയം മുന്നോട്ട് വരുന്നു, പ്രസ്ഥാനം വലുതായി വരുന്നു. അപ്പോൾ സാധാരണ എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇല്ലെങ്കിൽ ഈ സംവിധാനങ്ങളും ഉണ്ടാകുന്ന പോലെ തന്നെ ഈ നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു കടിപിടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഒരു ഇടപെടൽ തീരെ ചെറുതല്ല. കാരണം അവർക്കിത് എങ്ങനെയും നശിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ സംഘടനകൾ ഒന്നായി, രണ്ടായി, അത് പലതായി. ഇങ്ങനെ നിൽക്കുമ്പോൾ സാമൂഹികമായിട്ട് ശക്തമായ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഇതിൻ്റെ പ്രവർത്തകർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് 11 ശമ്പള കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. അന്ന് അതിനെതിരെ ഇത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് ഈ സംഘം, ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ പ്രവർത്തകർ കോടതികളിൽ പോവുകയും അവിടെ നിഷ്കരണം ഇതിൻ്റെ കോടതിയിൽ നിന്ന് വരെ തിരിച്ചു വിട്ടു. ഇത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമേ, ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ സംഘടനയ്ക്കോ ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ഒന്നും ഇതിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ, ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ അന്ന് പ്രധാനമായിട്ടും 2 സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അതിനോട് ഉപോത്ബലകമായിട്ട് അതിനകത്ത് പിരിഞ്ഞു പോയ പല നേതൃത്വങ്ങളും പ്രാദേശികമായിട്ട് പല സംഘങ്ങൾ ഉപയോഗിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നില്ല OEOP എന്ന് പറഞ്ഞ് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും അപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ സമയം തന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായി ഇത് ഇവരുടെ കയ്യിൽ നിന്നും പോവുകയാണ്. കാരണം ജനം ഒന്നിക്കുകയാണ്, തടിച്ചു കൂടുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവരെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിൽ അവരും എതിരായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് 2 പാർട്ടികളെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. OEOP എന്ന പേരിൽ വൺ ഇന്ത്യ വൺ പീപ്പിൾ പാർട്ടിയും വൺ ഇന്ത്യ വൺ പോളിസി പാർട്ടിയും 2 പാർട്ടികൾ രജിസ്റ്റർ ചെയ്തു, പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടു, നമ്മുടെ ആശയത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളൊന്ന് ചൂടുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമ്മൾ സധൈര്യം നേരിട്ടു. അപ്പോൾ ആ സമയത്ത് ഒരു കക്ഷികൾ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പല സംഘങ്ങളായിട്ട് പിരിഞ്ഞു, ഒരു കക്ഷികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൻ വരുമ്പോൾ അവരല്ല യഥാർത്ഥത്തിൽ, ഞങ്ങളാണ് യഥാർത്ഥ OEOP-ക്കാരെന്ന് പറഞ്ഞ് അതായത് അവർക്ക് ഉദ്ദേശത്തിലുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തരുത്, തമ്മിൽ തല്ലി കലഹിച്ച് ഇല്ലാതെയായി പോവുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതങ്ങനെ അതിജീവിച്ചു. ചില പഞ്ചായത്തുകളിലൊക്കെ ഭരണത്തിൽ വന്നു, പലയിടത്തും ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നു. പല പഞ്ചായത്ത് മെമ്പർമാരും വൺ ഇന്ത്യ വൺ പെൻഷൻ്റേതായിട്ട് നിലവിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിച്ചു. കാരണം അപ്പോൾ പല രാഷ്ട്രീയക്കാരുടെ ഈ കുൽസിത ബുദ്ധിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കാരണം ഈ പ്രസ്ഥാനം ഇതിലേക്ക് ജനങ്ങൾ ഓടിക്കൂടുന്നത് മനസ്സിലാക്കിയിട്ട് വെളിച്ചത്തിൽ ഇവരൊന്നായി നിന്നാൽ, ജനം ഒന്നിച്ചാൽ നമ്മുടെ കാൽ ചുവട്ടിലെ മണ്ണൊഴുകിപ്പോവും എന്ന് തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ അവർ ഇത് നശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കി നിന്ന് എല്ലാവരും പല സ്ഥലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നിന്ന ആളുകളെല്ലാവരും പൊട്ടി. അതിനുശേഷം വീണ്ടും ഈ പ്രസ്ഥാനങ്ങൾ ഓരോരുത്തരുടെ നേതൃസ്ഥാനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ ഈ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് വൺ ഇന്ത്യ വൺ പെൻഷൻ, OEOP എന്നുള്ള പേര് എല്ലാവരും OEOP, പലരുടെ ട്രസ്റ്റായിട്ട്, പബ്ലിക് ട്രസ്റ്റ്, പ്രൈവറ്റ് ട്രസ്റ്റ്, ഇതിനിടയ്ക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടെണ്ണം, ഇതിനിടയ്ക്ക് പ്രാദേശികമായിട്ടുള്ള സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇതിനകത്തൊരു ആദ്യകാലം മുതൽ ഈ ആശയം കേട്ട് ഇഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണ്, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ എന്നോട് ശത്രുതയുള്ള വേറെ ഏത് വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ പ്രവർത്തനമാണെങ്കിൽ അവരാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഞാൻ പറയുന്ന 10,000 ആണ് ശരിക്കുള്ള 10,000, മറ്റൊരു പറയുന്നത് അല്ല, ഞങ്ങളാണ് ഒറിജിനൽ. എന്തിനാ ജനങ്ങളിൽ ഇങ്ങനെ ആശയക്കുഴപ്പം എത്തിക്കുന്നത്? ഇവർക്ക് സ്വയം ചിന്തിക്കാനുള്ള തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്ത ആളുകളെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഈ പ്രസ്ഥാനം നടപ്പാക്കരുത് എന്നുള്ള. ഇല്ലെങ്കിൽ ഞാനും അവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എല്ലാവരും പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞൊരു 10,000 രൂപയോ ഇല്ലെങ്കിൽ തുല്യമായ ഒരു പെൻഷനോ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അത് ആര് പറഞ്ഞാലും അവരവരുടെ വഴിക്ക് പോകട്ടെ, എൻ്റെ വഴിക്ക് വിട്, അടുത്തയാളെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അപ്പോൾ ഓരോ പ്രവർത്തി ഇപ്പോൾ പല സഭകളും നമ്മൾ കാണാം, പല മതസംഘടനകളിലെ സഭകൾ നമുക്ക് കാണാം. അവരെല്ലാവരും ഒരു ലക്ഷ്യമാണെങ്കിൽ അവർ പല രീതിയിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു മനസ്സ് മടുത്ത് അങ്ങനെ ആളുകൾ സാധാരണ പ്രവർത്തകർ നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ പല ആളുകളുടെ പ്രവർത്തനങ്ങൾ മനസ്സ് മടുക്കുന്ന സമയത്ത് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ സാധാരണ കുറച്ച് പ്രവർത്തകർ ചേർന്ന് ഈ ആശയം ഒരിക്കലും നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇത് ഉൾക്കൊണ്ട ആളുകൾക്ക് അതുപോലെ ഈ ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഈ സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് 10,000 രൂപ വെച്ച് കിട്ടുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റം, ഈ ഓരോ കുടുംബങ്ങളിലുണ്ടാകുന്ന സന്തോഷം, അതിനെപ്പറ്റി ആളുകൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ആ ധാരണയിലെത്തിയ ആളുകൾ, യഥാർത്ഥമായിട്ടുള്ള മനുഷ്യസ്നേഹികൾ, ഈ കുറച്ച് നാൾ മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. അപ്പോൾ കുറേ പ്രവർത്തകർ അതിനകത്ത് പങ്കെടുത്തു. അതിനകത്ത് കുറേ സാമ്പത്തിക വിദഗ്ധന്മാർ വന്ന് ക്ലാസ്സുകൾ എടുത്തു. ജനങ്ങൾ വീണ്ടും മനസ്സിലാക്കി. അപ്പോൾ വീണ്ടും ഈ ഒരു ആവേശം ആളുകളിലേക്ക് വരുന്നു. ഈ നേതാക്കന്മാരൊക്കെ പലതായിട്ട് പിരിഞ്ഞ് പല രീതിയിൽ പ്രവർത്തനമായിട്ട് അങ്ങനെ നടന്നു. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോഴും ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണെന്നും ഈ ഒരു ആശയം നടപ്പാക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് വെളിച്ചത്തിൽ ഇപ്പോൾ സാധാരണമായിട്ടുള്ള കുറേ മനുഷ്യസ്നേഹികളായിട്ടുള്ള വൺ ഇന്ത്യ വൺ പെൻഷനിൽ വിശ്വസിക്കുന്ന കുറച്ച് പ്രവർത്തകർ ചേർന്ന് ഒരു അതിജീവന യാത്ര നടത്തുകയാണ്. ഒരു വാഹന പ്രചരണ ജാഥ എന്നാണ് അതിൻ്റെ സംഘാടകർ പറയുന്നത്. ഈ ഒക്ടോബർ മാസം 2024 ഒക്ടോബർ മാസം 7-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഒക്ടോബർ മാസം 16-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഒരു യാത്ര അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ ജില്ലകളിലും കടന്നു വന്ന് 16-ാം തീയതി ഒരു മഹാസമ്മേളനമായിട്ട് തിരുവനന്തപുരത്ത് പുത്തനംതിട്ട മൈതാനിൽ വെച്ച് നടത്താനാണ് അതിൻ്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മളത് കഴിയുമെങ്കിൽ അതിൽ സഹകരിക്കുക, ഇല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതെ അവരവരുടെ ജാഥയായിട്ട് പോട്ടെ. ഇനിയിപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരുവിധപ്പെട്ട എല്ലാ വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനകളും ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന സാധാരണ എല്ലാ മനുഷ്യരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അവർ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അവരെ നേരിട്ട് പോകാൻ പറ്റുന്ന പോകുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോഴും എനിക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഞാനാണ് യഥാർത്ഥം, ഈ മാറ്റം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞാൻ നാട്ടുകാരോട് പറയാനുള്ളത്, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, മറ്റവരൊക്കെ തെറ്റാണ് എന്ന് പറയുന്നവരിൽ നിന്നും ഈ ആശയത്തെ സ്നേഹിക്കുന്നവരോ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരോ ഇവിടുത്തെ സാധാരണക്കാരെ സ്നേഹിക്കുന്നവരോ അവരെ രക്ഷപ്പെടുത്താനുള്ളവരല്ല. അവരവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ആശയം നടപ്പാക്കിയാൽ അവരുടെ ഉദ്ദേശങ്ങൾ നടക്കില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 60 വയസ്സ് കഴിഞ്ഞവർ എല്ലാവർക്കും 10,000 രൂപ കൊടുക്കണമെന്ന് ആശയം പ്രചരിപ്പിക്കുന്ന ഈ ആളുകൾ ഇവർ യഥാർത്ഥ മനുഷ്യസ്നേഹികൾ ആരാണ്? നമുക്ക് കണ്ടെത്താൻ മാർഗമുണ്ട്. കാരണം നമ്മളെ ആശയം നമുക്ക് കണ്ടുകൊണ്ടിരിക്കില്ലേ. പ്രവർത്തിക്കുന്ന ആരാണോ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ സഹായിക്കുക. അല്ലാതെ ആരെങ്കിലും ഇപ്പം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തായാലും ഇല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്തായാലും നമ്മൾ ആദ്യമേ കണ്ടുകൊണ്ടിരുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരു സമര പരിപാടിയായിട്ട് ഇറങ്ങിയാൽ അത്ര നാലും എല്ലാവരും ഉണ്ടാതെ നിൽക്കും. ഒരാൾ ഇറങ്ങിയാൽ അതിന് ബദലായിട്ട് ഇവനിത് പ്ലാൻ ചെയ്ത് ഈ നോട്ടീസ് അടിക്കുകയോ ഇല്ലെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് സമാന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നമായിട്ട് അങ്ങ് ഇറങ്ങും. അപ്പം ഞങ്ങളാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ വരുത്തി തീർക്കാൻ, അല്ലാണ്ട് നന്നാക്കാനൊന്നുമല്ല. അപ്പം അതുപോലെ ആകാതെ ഈ 7-ാം തീയതി മുതൽ 16-ാം തീയതി നടത്തുന്ന ഈ അതിജീവന യാത്രയിൽ, വാഹന പ്രചരണ യാത്രയിൽ കഴിയുന്ന ആളുകൾ സഹകരിക്കുക, കഴിയുന്ന ആളുകൾ അവരോട് സാമ്പത്തികമായിട്ടൊക്കെ സഹകരിക്കുക, അവരെ സഹായിക്കുക. അതിന് പാങ്ങില്ലാത്തവർ ഇല്ല പറ്റില്ലാത്തവർ മിണ്ടാതിരിക്കുക, അവരുടെ വഴിക്ക് യാത്ര കൊണ്ട് പോട്ടെ. നിങ്ങൾക്ക് മറ്റ് പല മാർഗ്ഗങ്ങളും അറിയാമെങ്കിൽ ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ നേടി കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യമോ സന്ദർഭമോ ഇല്ല ഏതെങ്കിലും പ്രവർത്തന രീതിയോ നിങ്ങൾക്ക് ആർക്കും അറിയാമെങ്കിൽ അത് അതിൻ്റെ രീതി വഴിക്ക് പോകട്ടെ. ഇവർ ശരിയല്ല എന്ന് വിചാരിച്ചാൽ അവരുടെ യാത്രയെ മുടക്കാൻ നിൽക്കില്ലേ. അതിനകത്ത് കഴിയുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അവരെ പിന്നോട്ട് വലിക്കരുത്. ഇത്രയും മഹത്തരമായ ഒരു ആശയത്തെ എങ്ങനെയെങ്കിലും നടപ്പാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും സംഘടനയുടെ പേരുകൾ പറഞ്ഞ് അതിനെ പിന്നോട്ട് വലിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ അത് കഴിഞ്ഞ് 16-ാം തീയതി നടക്കുന്ന മഹാസമ്മേളനത്തിലും കഴിയുന്ന ആളുകൾ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.